വീണ്ടും റീലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് പാസാക്കിയ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പരീക്ഷാ സമ്പ്രദായം കൂടുതൽ കരുത്തുറ്റതാക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ അവകാശവാദം. ചോദ്യപേപ്പർ ചോർച്ച നടത്തുന്ന സംഘങ്ങളെ വെറുതെ വിടില്ലെന്നും മോദി ആവർത്തിച്ചു. വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും മോദി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. साथियों, विश्वस्त परीक्षा पद्धति, इसके लिए हम लगातार एक के बाद एक कदम उठा रहे हैं. टास्क फोर्स की रचना हो, फास्ट ट्रैक की और रचना हो, राज्यों के सुझावों को ध्यान में लेना हो, क्योंकि पिछले कई दशकों से हर राज्य और केंद्र सरकार इस प्रकार की पेपर लीक की परेशानी झेल रहा है. बच्चों के भविष्य को भी इसके कारण संकट पैदा हो रहा है. इन सब को ध्यान में रखते हुए देशव्यापी सभी राज्यों में भी और केंद्र में भी शिक्षा पद्धति में सुधार अनिवार्य हो गया है. टेक्नोलॉजी के भरपूर उपयोग की आवश्यकता हो गई है और साथ साथ फिर से कोई पेपर माफिया, पेपर लीक करने वाली गैंग ആദിൽ പാലോടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അതിൽ എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പുതിയ റീലിൽ പറയുന്നത്? ഭേദഗതി ബിൽ രണ്ട് സഭകളും പാസാക്കിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത റീൽ എത്തിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലാണ് വീഡിയോ സന്ദേശം പങ്കുവച്ചിരിക്കുന്നത്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ അത് പാർലമെന്റ് രണ്ട് സഭകളും പാസാക്കി എന്ന് മോദി പറയുന്നു. പരീക്ഷാ സമ്പ്രദായത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന ബില്ലാണ് ഇത്. ചോദ്യപേപ്പർ ചോർച്ച നടത്തുന്ന മാഫിയകളെ, സംഘങ്ങളെ സർക്കാർ വെറുതെ വിടില്ല. അത് ഉറപ്പാക്കുന്ന ബില്ലാണ്, നീതി ലഭ്യമാക്കുന്ന ബില്ലാണ് ഇത് എന്ന് പറയുന്നു. ഒപ്പം ചോദ്യപേപ്പർ ഇനി ഒരു തരത്തിലും ചോരാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല. ഇനിയും ഇക്കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുടരും. ഒരുമിച്ച് ഒറ്റക്കെട്ടായി വികസിത ഭാരത ലക്ഷ്യത്തിലേക്ക് നമുക്ക് നീങ്ങാം എന്നുകൂടി ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. രാജ്യസഭയിൽ ഇന്ന് അല്പം മുൻപാണ് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കിയത്. ഇന്നലെ ലോക്സഭയിൽ പാസാക്കിയിരുന്നു. ഇന്നിപ്പോൾ രാജ്യസഭയിൽ ചർച്ചകൾ പൂർത്തിയാക്കി പാസാക്കിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ കൂടി പങ്കുവച്ചിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.